പാർട്ടി ഉടനീളം ഉയർന്നു വരുന്നത് നേതൃത്വത്തിനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിമർശനമാണ്. അതായത് ഇന്ന് കേരളത്തിലെ CPM-ന് ഈ തകർച്ചയ്ക്കിടയാക്കിയിട്ടുള്ളത് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള തെറ്റായ നടപടികളാണ് എന്ന് കേരളത്തിലെ CPM അണികളാകെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്ന് തളിപ്പറമ്പിലെ ആളുകൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ വന്ന് കാണുന്നവരും പറയുന്നവരൊക്കെ തന്നെ മാഷ് ശരിയാണ്, അത് പാർട്ടിയിൽ നിലവിൽ നിന്നുള്ള ആളുകൾ അവർ തന്നെ നിങ്ങളെടുത്ത നിലപാട് ശരിയാണ് എന്ന് പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയിലും അതുതന്നെ ചർച്ച ചെയ്യുന്നത് ഞാൻ എടുത്ത നിലപാട് ശരിയാണ്, എൻ്റെ നിലപാടിനോടൊപ്പമാണ് CPM അടിമുടിയുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ജയരാജൻ പറയുന്നത് തെറ്റ് തിരുത്തി വന്നാൽ പറ്റുന്ന. അപ്പോൾ ആരാ തെറ്റ് തിരുത്തേണ്ടത്? എന്താണ് തെറ്റ്? പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്താ തെറ്റ്? ആർക്കാണ് തെറ്റ് സംഭവിച്ചത്? ആരാണ് തെറ്റ് ചെയ്തത്? ഇതാണ് ജയരാജൻ വ്യക്തമാക്കേണ്ടത്. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തെറ്റാണ് പാർട്ടിക്ക് സംഭവിച്ചതെന്നാണ്. തളിപ്പറമ്പിൽ തെറ്റുപറ്റി, പയ്യന്നൂരിൽ തെറ്റുപറ്റി, അങ്ങനെ കേരളത്തിലുടനീളം തെറ്റ് പറ്റി എന്ന് പാർട്ടി സമ്മതിച്ചല്ലോ. അപ്പോൾ പിന്നെ പാർട്ടിയല്ലേ തെറ്റ് തിരുത്തേണ്ടത്? ഞാൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എൻ്റെ ശരിയുടെ പക്ഷത്താണ് ജനങ്ങളാകെ നിൽക്കുന്നത്. അപ്പോൾ തെറ്റ് പാർട്ടിയാണ് തിരുത്തേണ്ടത്, തെറ്റ് ഞാനല്ല തിരുത്തേണ്ടത്. പാർട്ടി തെറ്റ് തിരുത്തിയാൽ ജനങ്ങൾ സ്വീകരിക്കുമായിരിക്കും. പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല, ഞാൻ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. തെറ്റ് പറ്റിയവർ തെറ്റ് തിരുത്തട്ടെ എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നിങ്ങളെല്ലാം കേട്ട് തഴമ്പിച്ച വാക്കായിരിക്കും ഈ തെറ്റ് തിരുത്തൽ. ഏത് തെറ്റാ തിരുത്താൻ പോകുന്നു? ഏതെങ്കിലും തെറ്റ്, ആ തെറ്റ് തിരുത്തുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ അധികാരമോഹികളെയും വർഗവഞ്ചകരെന്ന് എന്നെ പറയുന്നതിന് പകരം നിങ്ങളാണ് വർഗവഞ്ചകർ. ഈ പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിക്കുകയും ഈ പാർട്ടിയിലുള്ള ജനങ്ങളും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് പാർട്ടിയെ വഞ്ചിച്ച നിങ്ങളാണ് വർഗവഞ്ചകർ. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് 34 സീറ്റിൽ നിങ്ങൾ ഇരിക്കേണ്ടി വന്നതെന്ന് ഇനിയെങ്കിലും ഗോവിന്ദ മാഷ് മനസ്സിലാക്കണം. MV രാഘവൻ തിരിച്ചു വന്നു എന്ന് പറയുന്നത് രാഘവൻ്റെ മരണശേഷം, രാഘവൻ കിടപ്പിലായ സമയത്ത്, ബോധമില്ലാത്ത സമയത്താണ് രാഘവൻ തിരിച്ചു വന്നു എന്ന് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ CMPക്കകത്ത് രാഘവൻ്റെ മരണശേഷം കുറേ ആളുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. CMP ആയി നിൽക്കുന്നത് CMPക്ക് ഒരു മന്ത്രിയും ഇന്നുണ്ട്. അതുകൊണ്ട് CMP തിരിച്ചു വന്നു എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പോയ പലരും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയിലുള്ളവർ പാർട്ടിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. വന്നവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും തിരിച്ചു വന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ വാദഗതി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials. Marbles. A unique collection of masterpieces. Experience life's journey in luxury. Core Stones. Paripai, Srikandapuram.